നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പശ്ചിമേഷ്യൻ യുദ്ധം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഈ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കുന്നതോടുകൂടി ഇസ്രായേലിൻ്റെ അടുത്ത ഓപ്പറേഷൻ തുർക്കിയിലേക്കും ഈജിപ്തിലേക്കുമായിരിക്കും എന്ന ചില നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. വർഷങ്ങൾ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട സ്പൈ ആയിരുന്ന ജോനാഥൻ പൊള്ളാർഡാണ് അടുത്തിടെ ഒരു പോഡ്കാസ്റ്റിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. എന്തായാലും ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ പറഞ്ഞിരുന്നു. തുർക്കിയുമായിട്ട് ഒരു തരത്തിലുള്ള സൗഹൃദത്തിനും ഇനി സാധ്യതയില്ല. തുർക്കിയിലേക്ക് ഒരു ആക്രമണം നടത്താൻ പോലും ഇപ്പോൾ ഞങ്ങൾക്ക് പദ്ധതിയുണ്ട് എന്ന തരത്തിൽ ഇസ്രായേൽ തന്നെ ഇക്കാര്യം തുറന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള സ്പൈ ആയ ജോനാഥൻ പൊള്ളാർഡ് തന്നെ ഈ കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. 1984 അമേരിക്കയുടെ രേഖകൾ പുറത്തുവിട്ടതിന് അമേരിക്ക 1984 30 വർഷത്തോളമാണ് ജോനാഥൻ പൊള്ളാർഡിനെ ജയിലിലേക്ക് ഇട്ടത്. 2015 ജോനാഥൻ പൊള്ളാർഡ് പുറത്തിറങ്ങിയത്. അതിനുശേഷം വലിയ ഇത്തരത്തിലുള്ള നീക്കങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും ഭാഗമല്ല എങ്കിലും ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ നേതൃത്വവുമായിട്ട് വളരെയധികം അടുത്ത ബന്ധമുള്ള ആളാണ് ജോനാഥൻ പൊള്ളാർഡ്. എന്തായാലും ഇറാനിൽ നടക്കുന്ന ഇപ്പോഴത്തെ സമാധാന ചർച്ചകൾ ഏറെ ഫലപ്രദം തന്നെയാണ്. ഖത്തറിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ 1, 2, 3 ഘട്ടങ്ങളായിട്ട് അവസാനിക്കുകയും അതിനുശേഷം ഒരു പൂർണ്ണമായ സമാധാനം പശ്ചിമേഷ്യയിൽ ഉണ്ടാകും. ഇറാൻ ഇനി ഒരു കാരണവശാലും ആണവായുധം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനോ മറ്റേതെങ്കിലും രാജ്യത്തെ ആക്രമിക്കാതിരിക്കാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറായി കഴിഞ്ഞു. ഒന്നുകിൽ യുറേനിയം നേർപ്പിച്ച് ഇല്ലാതാക്കും, അല്ലെങ്കിൽ യുറേനിയം റഷ്യയിലേക്കോ അല്ലെങ്കിൽ അമേരിക്ക പറയുന്ന മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്കോ മിക്കവാറും മാറ്റാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരികയാണ്. കാരണം ഇനിയും ഇറാന് മുന്നോട്ട് പോകുവാൻ കഴിയില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ അടിമുടി തകർന്ന ഒരു അവസ്ഥയിലാണ്. ഇറാൻ്റെ സ്റ്റീൽ ഫാക്ടറി ആയിക്കോട്ടെ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളായിക്കോട്ടെ, ഇറാൻ്റെ എണ്ണ ഉത്പാദന കേന്ദ്രങ്ങളായിക്കോട്ടെ, ഇങ്ങനെ ഏത് മേഖലയും ഇറാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളും അടിമുടി തകർന്ന ഒരു അവസ്ഥയിൽ ഇറാൻ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എന്തായാലും ഈ യുദ്ധത്തിന് സമാധാനപരമായ ഒരു പരിസമാപ്തി ഉണ്ടാകണം. എന്തായാലും അത്തരത്തിലൊരു പരിസമാപ്തിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ ഒരു യുദ്ധം വീണ്ടും അനിവാര്യമായിരിക്കുകയാണ്. 1949 ഇസ്രായേൽ എന്ന രാജ്യം പിറവി കൊണ്ടപ്പോൾ തന്നെ പിന്തുണച്ച രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് കൂടി തുർക്കി അന്ന് പിന്തുണച്ചിരുന്നു. പക്ഷേ പിന്നീട് തുർക്കിയുമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ബന്ധം വഷളാകുകയായിരുന്നു. മാവി മർമര ഓപ്പറേഷൻസ് 2010 മാവി മർമര ഓപ്പറേഷനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് പാലസ്തീനിലേക്കൊരു സഹായവുമായിട്ട് പോകുന്ന തുർക്കിയുടെ കപ്പൽ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തയ്യാറായി. അതോടുകൂടിയാണ് ഈ ബന്ധം വഷളാകുന്നത്. പിന്നീട് 2023 എർഡോഗനും നെതന്യാഹുവും തമ്മിൽ കൈകൊടുക്കുകയുണ്ടായി. പക്ഷേ ഒക്ടോബർ 7 പാലസ്തീൻ ഇസ്രായേലിലേക്ക് നടത്തിയ മിന്നലാക്രമണത്തിൽ സഹായം ചെയ്തത് തുർക്കിയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി ആ ബന്ധം വീണ്ടും വഷളാകുകയായിരുന്നു. പിന്നീട് അതിനുശേഷം തുർക്കി നടത്തിയ പല നീക്കങ്ങളും ഇസ്രായേലിന് എതിരാണ്. ഇപ്പോഴും തുർക്കി ചില ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്. പാലസ്തീന് പല ആയുധങ്ങൾ കൈമാറിയതും തുർക്കിയാണ്. അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തായത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ രീതിയിൽ തുർക്കിയിലേക്കൊരു ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തയ്യാറാകുന്നത്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തുർക്കി എന്ന രാജ്യം ഒരുപക്ഷെ പാലസ്തീനെ പോലെ തന്നെ വളരെയധികം അപകടകാരിയായിട്ടുള്ള ഒരു രാജ്യമാണ്. തുർക്കി എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നിൻ്റെ ഒരു കാലഘട്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ അപകടകാരിയായിട്ടുള്ള ഒട്ടോമൻ സാമ്രാജ്യം പുതുക്കി പണിയണമെന്നും ആ സാമ്രാജ്യത്തിലേക്ക് തുർക്കിയുടെ ഒരു പരമാധികാരം, ഇസ്ലാമിക ലോകത്തിൻ്റെ ഒരു പരമാധികാരത്തിലേക്ക് ആ രാജ്യത്തെ കൊണ്ടെത്തിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന എർഡോഗനെ പോലുള്ളൊരു ഭരണാധികാരിയാണ് തുർക്കി ഭരിക്കുന്നത്. ഭാരതത്തിന് നേരെയും തുർക്കിയുടെ ചില നീക്കങ്ങൾ വളരെയധികം സംശയാസ്പദമായിരുന്നു. പ്രത്യേകിച്ചും നോർത്ത് ഈസ്റ്റിലെ ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന രീതിയിൽ ഒരു ഭൂപടം നിർമ്മിക്കുവാൻ തുർക്കി നടത്തിയ നീക്കങ്ങൾ, പാകിസ്ഥാന് ആയുധങ്ങൾ കൈമാറിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്കെതിരെയുള്ള ആക്രമണത്തിന് പാകിസ്ഥാന് ആയുധങ്ങൾ കൈമാറിയത് തുർക്കിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും കഴിയാവുന്ന രീതിയിൽ തുർക്കിക്കെതിരെയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും സൈപ്രസിലും ഗ്രീസിലും അർമേനിയയിലുമൊക്കെ ആയുധങ്ങൾ കൈമാറുന്നത് ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ തുർക്കി എത്തിപ്പെട്ടിരിക്കുന്നത്. തുർക്കിക്കെതിരെ എല്ലാ തരത്തിലുള്ള നീക്കങ്ങൾക്കും സർവാത്മന ഇന്ത്യ കൂടി സഹായിക്കുവാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഇനി ഗ്രീസിലെ ചില ദ്വീപ് സമൂഹങ്ങളിൽ ഇതിനോടകം തന്നെ ഇസ്രായേൽ ചില
ഓപ്പറേഷൻസ് നടത്തുവാൻ വേണ്ടിയിട്ട് അവർ ആയുധങ്ങളൊക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഗ്രീസിൻ്റെ സഹായം ഇസ്രായേലിന് ഉണ്ടും താനും. തീർച്ചയായിട്ടും തുർക്കിയെ ഇത്തരത്തിൽ വരിഞ്ഞു മുറുക്കാൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ നീക്കം. ലോകരാജ്യങ്ങൾ പലതും ഇപ്പോൾ തുർക്കിക്ക് എതിര് തന്നെയാണ്. പ്രത്യേകിച്ചും ഒരു ഇസ്ലാമിക ഭരണകൂടം തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഭീകരവാദത്തിന് കൈ അയച്ച് സഹായിക്കുന്ന ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം നിലനിൽക്കുന്നത് ലോകത്തിന് വലിയ ഭീഷണിയാണ്. എങ്ങനെയാണോ ഇറാൻ ഭീഷണിയായത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തുർക്കിയുടെ നീക്കവും. മാർക്കോ റൂബിയോ, ഇറാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പാകിസ്ഥാൻ. ഈ പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണ് എന്ന് അമേരിക്ക തുറന്ന് തന്നെ സമ്മതിച്ചു. വിവിധ ഭീകരവാദ സംഘടനകളെ, ഏകദേശം 12-13ഓളം ഭീകരവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് എന്ന് മാർക്കോ റൂബിയോ തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഇതിന് തൊട്ടു മുന്നെയാണ് പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ സമാധാനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെ ഇത്തരം നീക്കങ്ങളിലൊക്കെ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അമേരിക്ക തയ്യാറായത്. പക്ഷേ അമേരിക്കൻ ഇൻ്റലിജൻസ് തന്നെ ട്രംപിന് വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും പാകിസ്ഥാനെ ഈ നീക്കങ്ങളുടെയൊക്കെ ഭാഗമാക്കി മാറ്റരുത്. കാരണം പാകിസ്ഥാൻ ഇറാനുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന രാജ്യമാണ്. അസിം മുനീർ ഒരുപാട് സഹായങ്ങൾ ഇറാന് ചെയ്തു കൊടുക്കുന്നുണ്ട്. 2016 മുതൽ IRGCയുമായും ഇറാൻ്റെ ഇൻ്റലിജൻസ് സംവിധാനവുമായിട്ടും ഒക്കെ അടുത്ത് ബന്ധപ്പെടുന്ന അസിം മുനീറിനെ സംബന്ധിച്ചിടത്തോളം, അസിം മുനീറിനെയും പാകിസ്ഥാനെ ഈ ഓപ്പറേഷൻ്റെ ഒക്കെ ഭാഗമാക്കി മാറ്റിയാൽ തീർച്ചയായിട്ടും നമ്മൾ ചതിക്കപ്പെടും. ഇതുവരെ നടത്തിയ എല്ലാ പരിശ്രമങ്ങളും വൃഥാവിലാകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അത് എന്ന് ഇൻ്റലിജൻസ് തന്നെ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേൽ ആദ്യ സമയം മുതൽ തന്നെ ഇറാന് പാകിസ്ഥാന് എതിരായിരുന്നു. അപ്പോൾ അതോടൊപ്പം ഇറാൻ പോലും പാകിസ്ഥാനെ വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഒരു തരത്തിൽ ഇറാൻ പോലും പാകിസ്ഥാൻ ചില സഹായമൊക്കെ ചെയ്തു കൊടുത്തു. പാകിസ്ഥാൻ പറയുന്നതും ചില സമയങ്ങളിലൊക്കെ ഇറാൻ കേട്ടിരുന്നു. ഇറാനാണ് ഈ ബലൂചിസ്ഥാൻ മേഖലയിലേക്ക് ആക്രമണം നടത്തിയത്. അതും അസിം മുനീറിൻ്റെ പിന്തുണയോടുകൂടിയാണ്. കാരണം ആ മേഖലയിൽ ബലൂജ് ആർമിയെ തകർത്തെറിയുക എന്നത് പാകിസ്ഥാൻ്റെ ഒരു ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനായിരുന്നു അന്ന് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയത് എങ്കിൽ അതൊക്കെ തന്നെ പൊളിക്കാനും അതൊക്കെ തന്നെ അതിലെല്ലാം തന്നെ വകഞ്ഞു മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഇതാ ബലൂജ് ആർമിയാണ് പാകിസ്ഥാനെ നിരന്തരം ആക്രമിക്കുന്നത്, പാകിസ്ഥാൻ്റെ സൈനികരെ അടിച്ചു തീർക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് 24ഓളം സൈനികർ ക്വറ്റ മേഖലയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത്. ആ നീക്കത്തിന് ശേഷം ഇതാ വീണ്ടും POKയിൽ അതിൻ്റെ ആക്രമണത്തിൻ്റെ മുൾമുന എത്തുന്നു എന്ന തരത്തിലാണ്. എന്തായാലും അജ്ഞാതരുടെ ഓപ്പറേഷൻസും ബലൂജ് ആർമിയുടെ ഓപ്പറേഷനും ഒക്കെ ആയിട്ട് പാകിസ്ഥാൻ തന്നെ തകർന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ അടുത്ത സുഹൃത്തായ തുർക്കിയും ഇതാ തകരുവാൻ പോകുന്നു. എന്തായാലും ഇസ്രായേൽ തുർക്കിയെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി എന്ന രാജ്യം, മുൻ സൂചിപ്പിച്ചതുപോലെ തുർക്കി എന്ന രാജ്യം അന്താരാഷ്ട്ര സമൂഹത്തിന് വലിയ വെല്ലുവിളിയാണ് തീർക്കുന്നത്. അതായത് ഒട്ടോമൻ തുർക്സിനെ തിരിച്ചു കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അത് ലോകത്തിന് വലിയ വെല്ലുവിളിയാണ്. ഒരുപക്ഷെ ഐസിസിൻ്റെ പോലും ആഗ്രഹം ഇത് തന്നെയായിരുന്നു, ഐസിസിൻ്റെ നേതൃത്വത്തിൽ പഴയ ഒട്ടോമൻ സാമ്രാജ്യം തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ ഐസിസിനെ പിന്തുണയ്ക്കുന്നത് പിന്നിലും ഇപ്പോൾ തുർക്കി തന്നെയാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സിറിയയുടെ ഇപ്പോഴത്തെ നേതൃത്വം ഇസ്രായേലിൻ്റെ സൗത്ത് പോർഷനിലേക്ക്, തെക്കൻ പ്രദേശങ്ങളിലേക്ക് നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിലും തുർക്കിയുടെ കൈ അയച്ച സഹായമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇതൊക്കെ കൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ സുരക്ഷ വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണോ ഇറാനെ ആക്രമിച്ചത് അതേ കാരണം തന്നെയാണ് ഇപ്പോൾ തുർക്കിയും കൊണ്ടുവരുന്നത്. അതായത് ഈ ഇറാൻ ആദ്യ സമയത്ത് 2047 ഇസ്രായേലിനെ തുടച്ചു നീക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇസ്രായേലിനെതിരെ തുർക്കിയും നടത്തുന്ന നീക്കം. തുർക്കി നടത്തുന്ന നീക്കം ഇസ്രായേലിനെതിരെ മാത്രമല്ല ലോകത്തിന് തന്നെ വലിയ ഭീഷണിയാകുകയാണ്. എന്തായാലും അതൊക്കെ തന്നെ മാറ്റി നിർത്തേണ്ടതും അതിനെ തുടച്ചു മാറ്റേണ്ടതും ഭീകരവാദ രാജ്യങ്ങളെയൊക്കെയും തുടച്ചു മാറ്റേണ്ടത് തീർച്ചയായിട്ടും ലോകത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ കാര്യം തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.